ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. ഒരു സൊല്യൂഷൻ ഇനി വേറെ വേണ്ടടാ. കാര്യം പോം കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. എന്ത് വന്നാലും ഇതാ പിടിച്ചോ, ഇത് എഴുതി വെച്ചോളൂ കേട്ടോ. നോക്കൂ നിങ്ങൾ, ദ ഫേമസ് പോയം, നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം ഇവിടെ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്ന പോയം ഉണ്ടാവില്ലേടാ, ആ അറിയുന്ന പോയം കേട്ടോ, അറിയുന്ന ആ പോം ഉണ്ടാവൂലേ, ആ പോമിന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ എനി വുമൺ ആവാം, അല്ലെങ്കിലോ മെൻഡിങ് ബോൾ ആവാം, വാട്ട് എവർ ദ പോം, ആ പേര് ഇവിടെ എഴുതി കൊടുക്കുക. റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് അല്ലേ. എനി വുമൺ ആണെങ്കിൽ കാതറിൻ ചൈനാന്, മെൻഡിങ് ബോൾ ആണെങ്കിലോ റോബർട്ട് ഫ്രോസ്റ്റ് അല്ലേ. ടെൽസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ്, എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് എന്താ പറയാ, വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് എ വുമൺ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമുക്ക് എനി വുമണിൽ പഠിക്കാനുള്ളത്. ദ സെക്കൻഡ് പോം, അപ്പൊ നിങ്ങൾക്ക് ഒരു കവിത വേറെ തന്നിട്ടുണ്ടാവും. ആ സെക്കൻഡ് പോമിന്റെ പേര് എഴുതി കൊടുക്കുക. എഴുതിയ ആളുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ഇവിടെ എഴുതി കൊടുക്കുക. ബോത്ത് പോംസ് ആർ അറേഞ്ച്ഡ് വെൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് റൈറ്റേഴ്സ് ട്രൈ ടു മേക്ക് ദ ക്രിയേഷൻസ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പോയം, ആദ്യത്തെ കവിത നമ്മൾ പഠിച്ച കവിത അല്ലേടാ എനി വുമൺ, നിങ്ങൾ ഗസ് ചെയ്തോട്ടാ. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ അല്ലേ. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, എന്തിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻസ് റോൾ പ്ലേഡ് ബൈ വുമൺ ഇൻ എ ഫാമിലി അല്ലേ. അത് എന്തിനെ കുറിച്ചാണോ അത് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് എന്തിനെ കുറിച്ച് എന്നത് ഇവിടെ എഴുതി വെക്കുക. ദെൻ സോ വി ക്യാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നാച്ചർ ഓഫ് ദിസ് പോം. ഈ കവിതയുടെ നന്മക്കെതിരെ നമുക്ക് കണ്ണടക്കാൻ പറ്റൂല. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടോൺ. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന ചിന്തകൾ നിറഞ്ഞാണ്. മോർ ഓവർ ഇറ്റ് ഹാസ് മെനി ലൈൻസ്, അതിന് ഒരുപാട് വരികളുണ്ട്. വെൻ വി റീഡ് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോയം ഈസ് സെയിങ്. നമ്മൾ വായിക്കുമ്പോൾ ഈ കവിത എന്ത് പറയുന്നു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ദിസ് പോം ദ പോയറ്റ് ബ്യൂട്ടിഫുള്ളി ഷോസ് ദാറ്റ് അല്ലേ, നമ്മൾ ഈ കവിതയിൽ കവി എന്ത് പറയുന്നു, നമ്മൾ ആദ്യം പഠിച്ച എനി വുമൺ ഇല്ലടാ, അതിൽ എന്ത് പറയുന്നു അത് ഇവിടെ എഴുതി വെക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. ദെൻ ഇൻ ദ സെക്കൻഡ് പോം ഉണ്ടാവില്ലടാ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിനെന്താണോ പറയുന്നത് അത് ഇവിടെ എഴുതി വെക്കുക. സെറ്റ്. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ആ വരി എടുത്ത് കയറ്റി വെച്ചാലും മതി കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട. ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോയം, അപ്പൊ ഈ റൈമിംഗ് സ്കീം എനി വുമൻ്റെതാണോ ഇതാണ് ചോദ്യം ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ രണ്ടാമത്തെ കവിതനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിന്റെ റൈമിംഗ് സ്കീം ഇവിടെ എഴുതി കൊടുക്കുക, അതിന്റെ റൈമിംഗ് വേർഡ്സ് എഴുതി കൊടുക്കുക. വി ക്യാൻ ആഡ് സം ഓൾസോ സീ സം പോയറ്റിക് ഡിവൈസ് കാണാൻ പറ്റും. അലിട്രേഷൻ, അസറൻസ് ഒക്കെ ഉണ്ടാവില്ലേടാ, അത് കാണാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസ് എഴുതി കൊടുക്കുക അല്ലേ. വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം, അത് ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്. ഈ കവിതയിൽ ഒരുപാട് ഇമേജുകൾ കൊണ്ട് സമ്പന്നമാണ്. സച്ച് ആസ് വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ, ശ്രദ്ധിക്കണേ. ലാസ്റ്റ് എഴുതി കൊടുക്കുക. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ബോത്ത് പോംസ് ആർ അമേസിംഗ്. രണ്ട് കവിതകളും ഒരു രക്ഷയില്ല. ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് expressed by the poets are amazing അല്ലേ. സോ ഈ കവിത the style of writing expressed by the poets അല്ലേ, the style of writing expressed by the poets is amazing ആട്ടോ. കാര്യം the style of writing, എഴുത്തിന്റെ രീതി ഉണ്ടാവൂലേ, പോയറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു രീതി എന്താണ് പറ, is amazing ആണ്, ആറല്ല കേട്ടോ. The languages used in this two poems, ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള the languages used in this two poems are simple and easy to understand. Clear? The writers have used different kinds of imageries. വ്യത്യസ്ത ഇമേജറീസ് കവികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ലാംഗ്വേജ് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. The tone of the poem is fine ആയിട്ടുള്ള ടോൺ ആണ്. I think this both poems tempt the റീഡേഴ്സിന് ഭയങ്കരമായിട്ട് ഉത്തേജനം നൽകുന്ന കവിതകളാണ് ഈ കവിതകളെന്ന് നമ്മൾ തള്ളി മറിച്ചു കൊടുക്കുക. സെറ്റ് ആവും. നമുക്ക് 8 മാർക്കിന് കിട്ടിപ്പോരും. എഴുതിക്കോളൂ, പിടിച്ചോളൂ, മറക്കണ്ട. അപ്പോൾ നല്ല നല്ല കമന്റുകളൊക്കെ അടിയിൽ പോകുന്നോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്ക് യു, ബൈ.